back to our Hindi basic series. Yes, അപ്പോൾ എന്താടാ നമ്മുടെ ചിഹ്നങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലേ. നമ്മൾ അടിപൊളിയായിട്ട് എഴുതും, അടിപൊളിയായിട്ട് വായിക്കും. ഇനി വള്ളി എവിടെ ഇടണോ ഇവിടെ ഇടണോ ഏതാണ് ചിഹ്നം എന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. സെറ്റ് അല്ലേ, സെറ്റോസ്കി അല്ലേ, സെറ്റോസ്കി അല്ലേ? അത് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോ കാണണം, എന്തായാലും കാണണം. കാരണം എന്താ, അവരുണ്ടെങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഹിന്ദി എഴുതാനും ഹിന്ദി വായിക്കാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് എന്താടാ നമ്മൾ പഠിക്കാൻ പോകുന്നത്? എന്താണ്? യെസ്, സഖ്യ ആൻഡ് സർവനാം. ഓക്കെ, നൗൺ, പ്രോനൗൺ. ഇവര് വല്ലാത്ത സ്വഭാവക്കാരാണ്. എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ചിഹ്നങ്ങളൊക്കെ പഠിച്ചു, അക്ഷരങ്ങളൊക്കെ പഠിച്ചു, സെറ്റായി. പക്ഷെ നമുക്കൊരു സെന്റൻസ് എഴുതണമെങ്കിൽ ഇവരൊക്കെ വേണം. ഇവരൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അടിപൊളിയായിട്ടൊരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവരുടെ നമ്മൾ പഠിച്ചേ പറ്റൂ. എന്തായാലും നമ്മൾ പഠിക്കണം. കാരണം ഒരു സെന്റൻസ് എഴുതുന്ന സമയത്ത് ഇവരൊക്കെ നമുക്ക് ഉപയോഗിച്ചേ പറ്റൂ. ഓക്കെ, അപ്പൊ എന്താണ് സഖ്യ, എന്താണ് സർവനാം എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കിക്കേടാ, ഞാൻ ജസ്റ്റ് മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചിലപ്പോൾ ഹിന്ദിയിൽ തന്നെ അങ്ങോട്ട് കാണുന്ന സമയത്ത് കുറച്ച് ഞങ്ങൾക്ക് മറന്നുപോകും. അപ്പൊ എന്താണ് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ എന്താണ് ഹിന്ദിയിൽ അങ്ങ് ചെയ്തിട്ടുണ്ട്. ഇതേ കാര്യമാണ് മലയാളത്തിൽ എന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരണു എന്നുള്ളത്. ഇത് എന്താ മിസ് ഹിന്ദിയുടെ കാര്യം മലയാളത്തിൽ പഠിപ്പിക്കുന്നേ എന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പൊ നോക്കിക്കേടാ, സഖ്യ നാമം, നൗണാണ്. എന്താണ് നൗൺ, എന്താണ് നൗൺ എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞു വെക്കണം. എന്താണ് നൗൺ നോക്കിക്കേ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ, വ്യക്തി ആരുമാവട്ടെ, ഓക്കെ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ അല്ലെ, വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ ജീവജാലങ്ങളുടെയോ ഭാവങ്ങളുടെയോ പേരിനെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നാമം അഥവാ സഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരാവാം, സ്ഥലത്തിന്റെ പേരാവാം, പിന്നെന്താ ഭാവങ്ങളാവാം അല്ലെ, അങ്ങനെ അത്തരത്തിലുള്ള പേരിനെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നാമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഏത് വ്യക്തിയുമാവട്ടെ. അപ്പൊ എന്താണ് വ്യക്തി അല്ലെ. അപ്പൊ എന്താണ് നോക്കിക്കേ, ജൈസ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സാമ്പിൾ കേട്ടോ. അതായത് നമുക്ക് ആ ഒരു ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികൾ, സ്ഥലങ്ങൾ, ജീവജാലങ്ങൾ, ഭാവങ്ങൾ, വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞില്ലേടാ. അപ്പം അത് എന്താ എങ്ങനെയാ എന്നുള്ളത് യെസ് നോക്കിക്കോ. വ്യക്തി രാജു, മീര, മീന, ജസീന ഒക്കെ എന്താണ് യെസ് വ്യക്തിവാചക സഖ്യയിൽ പെട്ടതാണ്. നെക്സ്റ്റ് നോക്കിക്കേടാ, വസ്തുക്കൾ ഏതൊക്കെയാണ്? ദാ നോക്കിക്കേ, ഗേന്ദ്, ഫൽ, ഏതോ ആയിക്കോട്ടെ, അതെല്ലാം എന്താണ് വസ്തുക്കളെ, പേന എന്നുള്ളത് എല്ലാം എന്താണ് ഓരോ വസ്തുവാണ്. നെക്സ്റ്റ് സ്ഥാൻ നോക്കിക്കേ, കേരൾ, തമിഴ്നാട്, പഞ്ചാബ്. സ്ഥലങ്ങൾ കേരള ആയിക്കോട്ടെ, പെരിങ്ങൾ ആയിക്കോട്ടെ, കുന്നമംഗൽ ആയിക്കോട്ടെ, ഒക്കെ എന്താണ് യെസ് സ്ഥാനിൽ പെട്ടതാണ്. നെക്സ്റ്റ് പ്രാണി അല്ലെ നോക്കിക്കേ, ജീവജാലങ്ങൾ, മനുഷ്യ, പശു, പക്ഷി, ഖായല. അപ്പൊ അതായത് മൃഗങ്ങളായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, ഒക്കെ എന്താണ് യെസ് ജീവജാലങ്ങളാണ്. നെക്സ്റ്റ് ഭാവ്, ഖുഷി, ക്രോധ്, ദുഃഖ, ഭൂക്ക്, അതായത് സന്തോഷം, സങ്കടം, ദേഷ്യം ഒക്കെ എന്താണ് യെസ് ഓരോ ഇമോഷൻസ്, ഓരോ ഭാവങ്ങളാണ് അല്ലെ. യെസ് ഇതൊക്കെയാണ് എന്ത് നമ്മൾ നാമങ്ങൾ സഖ്യ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെറ്റാണോ ഒന്ന് പറഞ്ഞേടാ. ഇനി നമുക്കൊരു സെന്റൻസ് തന്നിട്ട് അതിൽ വ്യക്തിവാചക സഖ്യ ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞാൽ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സ്ഥാൻ എന്ന് പറഞ്ഞാൽ ഏതാ, സ്ഥലങ്ങളാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ തിരിച്ചറിയണം. ഇത് നിങ്ങൾക്ക് വല്ല റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. ഇനി ഈ കാര്യത്തെക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവനാമാണ്. സർവനാം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഒരു സെന്റൻസ് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണോടാ, നമുക്ക് എന്ത് വേണം, സർവനാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് സർവനാം, എവിടെയാണ് സർവനാം ഉപയോഗിക്കുന്നത്, എന്താണ് സർവനാമിന്റെ പ്രാധാന്യം നോക്കിക്കേടാ. സർവനാമങ്ങൾ നോക്കിക്കോ. ഹിന്ദി ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത, റിപ്പീറ്റേഷൻ എന്താണ് ഒഴിവാക്കുന്നതിന് വേണ്ടിയും പേരറിയാത്തവയുടെ പേരിന് പകരമായും
ഉപയോഗിക്കുന്ന ചില ഉപപേരുകളാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ഹിന്ദി ഭാഷയിലെ ചില പേരുകൾക്ക് പകരമായിട്ടും അതുപോലെ ആവർത്തന വിരസത, ചില പേരുകളുടെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? സർവനാമങ്ങൾ. ഓക്കെ, അപ്പൊ എന്താണ് ഒരു എക്സാമ്പിൾ നോക്കിക്കേടാ. ഇപ്പൊ എന്നെ കുറിച്ച് പറയാണ് കേട്ടോ. എജുപോർട്ടിലെ ഹിന്ദി മിസ് ജസീന മിസ് ആണ്. ഓക്കെ, ജസീന മിസ് പഠിപ്പിക്കുന്ന സബ്ജക്ട് ഹിന്ദിയാണ്. ജസീന മിസ് എജുപോർട്ടിലെ മിസ്സാണ്. ഓക്കെ, ജസീന മിസ്സിന്റെ ക്ലാസ് അടിപൊളിയാണ്. ജസീന മിസ്സിന്റെ ക്ലാസ് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ജസീന മിസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്, ഹിന്ദിയാണ് എടുക്കുന്നത്, എജുപോർട്ടിലാണ്, ക്ലാസ് സെറ്റ് ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷെ ഇത് ജസീന മിസ്സാണ്, ജസീന മിസ് എജുപോർട്ടിലാണ്, ജസീന മിസ് ഹിന്ദിയാണ്, ജസീന മിസ്സിന്റെ ക്ലാസ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ജസീന മിസ് എന്നിങ്ങനെ അടുപ്പിച്ച് വരുമ്പോൾ കേൾക്കാൻ ഒരു രസമുണ്ടാവും. കാര്യം നിങ്ങൾക്ക് അറിയാം, ജസീന മിസ്സിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ജസീന എന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വൃത്തികേട് ഫീൽ ചെയ്യുന്നില്ലടാ. അങ്ങനെ തന്നെ പറയാം നമുക്ക്. എന്താണ്? ഒരു രസമല്ല കേൾക്കാൻ. പകരം എന്താണ്? യെസ്, ഇത് ജസീന മിസ് ആണ്. എന്താണ്? ജസീന മിസ് എവിടെയാണ്? എജുപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ സബ്ജക്റ്റ് എന്താണ്? യെസ്, ഹിന്ദിയാണ്. അവരുടെ ക്ലാസ് എന്താണ്? അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായ രീതിയിൽ നമ്മൾ പറയാണ്. ഓക്കെ, അപ്പൊ എന്താ? എന്റെ പേരിന് പകരമായിട്ട് അവൾ, ഇവൾ എന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനിയിപ്പോ നമ്മൾക്ക് അറിയാത്ത ഒരാൾ ഇങ്ങനെ പോവാ, നമുക്ക് ആളുടെ പേരൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കാണ്, എന്താണ് ആളുടെ പേരെന്താ അല്ലെ, അവളുടെ പേരെന്താണ്, അല്ലെങ്കിൽ അവന്റെ പേരെന്താ, അദ്ദേഹത്തിന്റെ പേരെന്താ, അദ്ദേഹത്തിന്റെ വീട് എവിടാ. അപ്പൊ നമുക്ക് ആ ആളുടെ പേരറിയില്ല, പക്ഷെ നമ്മൾ അവൾ, ഇവൾ, അതുപോലെ അവൻ, അദ്ദേഹം എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്തു. ഇത് തന്നെയാണ് സർവനാമം. അപ്പൊ നമുക്കൊരു സെന്റൻസ് എഴുതുന്ന സമയത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ എന്താണ് ചില കാര്യങ്ങൾക്ക് പകരമായിട്ട്, ചില പേരുകൾക്ക് പകരമായിട്ട്, അതുപോലെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ നമുക്ക് സർവനാം അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ നോക്കിക്കേടാ, ഏതൊക്കെയാണ് സർവനാമം? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സർവനാമങ്ങൾ ഏതൊക്കെയാണ്? നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു സെന്റൻസ് എഴുതാൻ ഇവർ പഠിച്ചാൽ മതി. അപ്പൊ നോക്കിക്കേടാ, ഞാൻ അല്ലെ, എന്താണ്? എന്റെ പേര് ജസീന എന്നാണ്, ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത് അല്ലെ, അങ്ങനെ പറയുന്നില്ലേ. അപ്പൊ എന്താ? ഞാൻ. നെക്സ്റ്റ് തു, നീ. നമ്മൾ എപ്പോഴും ഒരാളെ പേര് പറയാം. അർജുൻ, ആ പേന തരൂ. അർജുൻ, ആ ബോട്ടിലൊന്ന് തരൂ. അർജുൻ, നീ പൊക്കോ എന്ന് പറയണ്ട. അർജുൻ, ആര് പേന തരും? നീ ഇന്ന് ഭക്ഷണം കഴിച്ചോ? നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നില്ലേ. യെസ്. പിന്നെ അടുത്തത് തും, നിങ്ങൾ. ആപ്, താങ്കൾ. ഹം, ഞങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് യഹ്, ഇവൻ, ഇവൾ, ഇത്. യേ, ഇവർ, ഇദ്ദേഹം, ഇവ. വഹ്, അവൻ, അവൾ, അത്. നെക്സ്റ്റ് അവർ, അദ്ദേഹം, അവ. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മേം, തു, തും. ആപ്, ഹം, യഹ്, വഹ്, യേ, വേ. ഇത്രയും സർവനാമങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ സർവനാമങ്ങൾ ഉപയോഗിച്ചാലേ നമുക്ക് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് എഴുതാൻ പറ്റത്തുള്ളൂ. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സഖ്യ, സർവനാം സെറ്റ് അല്ലേ? ഇവരെന്തായാലും നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. നമുക്ക് 1 മാർക്കിനൊക്കെ ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഗ്രാമർ പാർട്ടിൽ നിന്നൊക്കെ വരുന്ന സർവനാമങ്ങളൊക്കെ വരാറുണ്ട്. സോ സർവനാമങ്ങൾ നമ്മൾ മനസ്സിൽ സെറ്റ് ആക്കിക്കോ. ഓക്കെ, സഖ്യ ആൻഡ് സർവനാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യവുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും. അപ്പൊ